ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 21 12 മുതൽ 14 വരെ. യേശു ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞ് അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. കുരുടന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരെ സൗഖ്യമാക്കി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവായ യേശുക്രിസ്തു യെരുശലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചു. അതൊരു പ്രവചനാത്മകമായ പ്രവൃത്തിയുടെ പൂർത്തീകരണമായിരുന്നു. അതിൻ്റെ അടുത്ത പടിയാണ് ദേവാലയ ശുദ്ധീകരണം. കർത്താവിൻ്റെ രാജകീയ പ്രവേശനത്തിൻ്റെ പരകോടിയാണ് ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേവാലയത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഹിയറോൺ എന്നാണ്. അത് ദേവാലയ പരിസരം ഉൾപ്പെടെയുള്ള സ്ഥലത്തെ സൂചിപ്പിക്കുന്നു, അതിപരിശുദ്ധ സ്ഥലത്തെ അല്ല. ദേവാലയ പരിസരത്ത് ആർക്കും പ്രവേശിക്കാവുന്ന സ്ഥലമുണ്ടായിരുന്നു. വിജാതിയരുടെ തളം എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. അവിടെയാണ് ഈ കച്ചവടം പൊടിപൊടിക്കുന്നത്. പുരോഹിതന്മാരുടെ അനുവാദമില്ലാതെ അത് നടത്താനും കഴിയില്ലായിരുന്നു. പ്രത്യേകിച്ച് സദൂക്യ പക്ഷത്തിൻ്റെ കയ്യിലായിരുന്നു. ഹന്നായുടെയും കയ്യാഭാവിൻ്റെയും ഒക്കെ കുടുംബക്കാരുടെ ആധിപത്യമായിരുന്നു ഈ കച്ചവടത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. അവരാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അതിൻ്റെ ലാഭവും അവർക്ക് തന്നെയായിരുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സേവനം എന്ന ലേബലിലാണ് ഇത് ചെയ്തു വന്നത്. യഹൂദ കലണ്ടറിലെ ആടാർ മാസം 25-ാം തീയതി മുതൽ നാണയ മാറ്റക്കാർ, അതായത് ഫോറിൻ മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ ബൂത്തുകളൊക്കെ കെട്ടിത്തുടങ്ങും. ദേവാലയത്തിനുള്ള വാർഷിക നികുതി കൊടുക്കുന്നതിന് വേണ്ടി നാണയ വിനിമയം ആവശ്യമായിരുന്നു. കാരണം റോമൻ നാണയങ്ങൾ ദേവാലയത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ അനുവാദമില്ലായിരുന്നു. അതുകൊണ്ട് അത് മാറ്റി കൊടുക്കുന്ന ഒരു എക്സ്ചേഞ്ച്. അക്കാലത്ത് ടൈർ നാണയത്തിലാണ് നികുതി അടയ്ക്കേണ്ടിയിരുന്നത്. ഈ നാണയ വിനിമയ കച്ചവടവും അതുപോലെ സാധാരണക്കാരായ ആളുകളെ കബളിപ്പിച്ച് അവർ കൊണ്ടുവരുന്ന യാഗവസ്തുക്കൾ, പ്രാവും അതുപോലെ തന്നെ ആട്ടിൻ കുട്ടിയുമൊക്കെ ഊനമുള്ളതാണ് എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുകയും ഈ വിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ തുക കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യണമായിരുന്നു. അങ്ങനെ ഏറ്റവും സാധാരണക്കാരായ ആളുകളെ വല്ലാതെ ചൂഷണം ചെയ്തു വന്ന ഒരു വ്യാപാര കേന്ദ്രമായി യെരുശലേം ദേവാലയത്തിൻ്റെ എല്ലാവരും പ്രവേശിക്കുന്ന, പ്രത്യേകിച്ച് വിജാതിയർ പ്രവേശിക്കുന്ന ഇടത്തെ മാറ്റുന്നത്. അത് കണ്ടുകൊണ്ടാണ് കർത്താവ് ഈ ശുദ്ധീകരണത്തിന് തുനിയുന്നത്. കർത്താവ് പറയുന്നു, പ്രാർത്ഥനാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്നാണ്. പുരോഹിത സംഘമാണ് അത് ചെയ്തത്. ലാഭത്തിനു വേണ്ടി ദേവാലയത്തിൻ്റെ പരിസരത്തെയും അതിൻ്റെ വിജാതീയ തളത്തെയും മാറ്റിമറിച്ച പുരോഹിത വൃന്ദത്തിൻ്റെ പ്രവർത്തികളിൽ കർത്താവ് രോഷാകുലനായി. കുറച്ച് കൂടുതൽ രോഷം പ്രകടിപ്പിക്കുന്ന രംഗം ഇവിടെയാണ്. ദൈവഭരണത്തിൻ്റെ ആസന്നത അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വികാരം കർത്താവ് പ്രകടിപ്പിക്കുകയാണ്. ഇത് ഒരു പ്രവചന നിവൃത്തിയാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലും
അതുപോലെ സഖരിയ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായത്തിലുമൊക്കെ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ വ്യാജ ആരാധനയാലുണ്ടായ അശുദ്ധി മാറ്റി ദേവാലയം വിശുദ്ധീകരിക്കുമെന്നൊരു വിശ്വാസം നിലനിന്നിരുന്നു. BC 167 അന്ത്യോക്യസ് എപ്പിഫാനസ്, അതുപോലെ തന്നെ മറ്റ് അധിനിവേശത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ദേവാലയം അശുദ്ധമായി. ഈ സംഭവമൊക്കെ പഴയ നിയമ ചെറിയ പ്രവചന ഗ്രന്ഥങ്ങളിലുണ്ട്, അതിൻ്റെ സൂചനകളുണ്ട്. കർത്താവ് ഇവിടെ നടന്ന ഈ ഒരു കൊള്ളയടി സംഘത്തെയൊക്കെ പുറത്താക്കുന്നു, സകലവും പുറത്താക്കി. മറിച്ച് കളഞ്ഞിട്ടും ആരും എതിർക്കാനുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമതായി ജനം യേശുവിനെ മശിഹയായി അംഗീകരിക്കുന്നു. സാധാരണ ജനം ആ ഒരു കൂട്ടം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. രണ്ടാമത്, വിൽപ്പനശാലയാക്കിയതിൽ കച്ചവടക്കാർക്ക് കുറ്റബോധവും ഉണ്ടായിരുന്നിരിക്കാം. മൂന്നാമതായി, ഒരു പ്രവാചകൻ ഇങ്ങനെ ചെയ്യാൻ അധികാരമുണ്ടെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. എന്തൊക്കെയായാലും ഇതൊക്കെയാണ് കർത്താവിൻ്റെ ക്രൂശീകരണത്തിലേക്കുള്ള വഴി കൂടുതൽ സുഗമമാക്കുന്നത്. കുരുടന്മാരും മുടന്തന്മാരുമൊക്കെ കർത്താവിൻ്റെ അടുത്ത് വന്ന് സൗഖ്യം പ്രാപിക്കുന്നു. ഹോശന്ന ശബ്ദം ദേവാലയത്തിനകത്ത് മുഴങ്ങുകയാണ്. അപ്പോൾ ഇന്നും നമ്മുടെ ദേവാലയ പരിസരങ്ങൾ ഏതെങ്കിലും വിധത്തിലൊക്കെ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ടെങ്കിൽ കർത്താവ് ചാട്ടവാർ എടുക്കാൻ സാധ്യതയുണ്ട് എന്നത് വളരെ ഭയത്തോടുകൂടി മാത്രം വിശകലനം ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്. ദേവാലയത്തിൻ്റെ അർത്ഥവും വിശുദ്ധിയും കാലഹരണപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ആത്മീയതയുടെ മറവിൽ കച്ചവട താൽപ്പര്യങ്ങൾ വെച്ചു പുലർത്തുന്ന ഇടങ്ങളിൽ കർത്താവ് ചാട്ടവാറും കൊണ്ട് നിൽക്കുന്നു എന്ന ഒരു തോന്നൽ നമ്മിൽ ഭയമുളവാക്കണം. നമുക്ക് രൂപാന്തരം ആവശ്യമാണ്, മാനസാന്തരം ആവശ്യമാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതം അതിൻ്റെ എല്ലാ സാധ്യതകളോടും കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ഉറക്കവും പ്രഭാതത്തിൽ ഉണർവും ദൈവത്തിൻ്റെ ദാനമായി ഞങ്ങൾക്ക് നൽകിയല്ലോ. ഞങ്ങളുടെ ആയുസ്സിനോടൊരു പകൽക്കാലം കൂടെ കൂട്ടിച്ചേർക്കാൻ ഞങ്ങളോട് കരുണ കാണിച്ചല്ലോ. നന്ദി. ഇന്ന് പകലിൻ്റെ ജീവിത വ്യവഹാര ഇടങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ശുദ്ധീകരണ മനസ്സോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, വിശ്വസ്തയോടെ അങ്ങയെ സേവിപ്പാനും അങ്ങയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും ഞങ്ങളെ പ്രഭാതം മുതൽ പ്രദോഷം വരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.